പ്രിയമുള്ളവരെ, പുതിയൊരു വീഡിയോ കാഴ്ചയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് അങ്ങ് ദൂരെ അറബിക്കടലും കടന്ന് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള കാഴ്ചകളാണ്. ഈത്തപ്പഴ മരത്തിൻ്റെ മുകളിലായിട്ട് ഒരാൾ കയറി നിന്ന് അതിന് വേണ്ട ശുശ്രൂഷകൾ നൽകുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. ഈത്തപ്പഴം പൂവിടുന്ന കാലമാണ് എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത്. ഇങ്ങനൊരു വീഡിയോ എനിക്ക് വേണ്ടി അയച്ചു തന്നത് എൻ്റെ പ്രിയ സുഹൃത്തും കൂടി ആയിരിക്കുന്ന അഷറഫ് കുഞ്ഞിക്കോയ തങ്ങളായിരുന്നു. ഈ അവസരത്തെ തങ്ങളോടുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് തുടർന്നുള്ള കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ഈത്തപ്പഴ മരങ്ങളിൽ ആൺമരവും പെൺമരവുമുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. അതിൽ ആൺമരം കായ്ക്കാനുള്ളതല്ല, പക്ഷേ പെൺമരം കായ്ക്കണമെങ്കിൽ ആൺമരത്തിൻ്റെ പൂമ്പൊടി ശേഖരിച്ച് കൊണ്ടുവന്ന് പെൺമരത്തിൻ്റെ ഇതുപോലെയുള്ള കുലയിൽ വിതറിക്കൊടുക്കണം. എങ്കിൽ മാത്രമേ ഈ ഈത്തപ്പഴം കായ്ക്കൂ എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത്. അത്തരം പ്രവർത്തനങ്ങളിൽ സജീവമാണ് ഒരാൾ. അദ്ദേഹത്തിൻ്റെ പേര് എനിക്കറിയില്ല. ആ മരത്തിന് മുകളിൽ കയറി നിൽക്കുന്ന ആ ഒരു കാഴ്ചയെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന് ഊരക്ക് സപ്പോർട്ടായിട്ട് ഒരു ബെൽറ്റ് പോലെ ഒരു സംഭവം കുടിക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അയാൾക്ക് കൂളായിട്ട് നിന്ന് ജോലി ചെയ്യാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഈത്തപ്പഴ മരത്തിൻ്റെ മറ്റുള്ള ഭാഗങ്ങൾ, അതിൻ്റെ കൊല നന്നായിട്ട് വളർന്നു വരുന്ന സമയത്തിന് തടസ്സങ്ങളില്ലാതിരിക്കാൻ വേണ്ടി അവിടങ്ങളൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ടൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ പൂമ്പൊടിയിലേക്ക് ഇത് വിതറിയതിന് ശേഷം അത് കെട്ടിക്കൊടുക്കുന്നുണ്ട്. അത് കെട്ടിക്കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്നതും അതേ ഈത്തപ്പഴ മരത്തിൽ നിന്നും പറിച്ചെടുക്കുന്ന അതിൻ്റെ ഓലകളാണ്. അത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യുന്നത് നമ്മളിപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. പ്രത്യേക രീതിയിലുള്ള ഒരു ആയുധം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹം സജീവമാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കുന്നു. മാത്രമല്ല, അതിൻ്റെ കൊല നന്നായിട്ട് വളർന്നു വരുന്നതിന് തടസ്സമായി നിൽക്കുന്നതിനൊക്കെ വൃത്തിയാക്കുന്ന പ്രവർത്തനങ്ങളൊക്കെയാണ് അദ്ദേഹം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പുറത്തായിട്ട് നമ്മൾ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചത് കാണുന്നുണ്ടാവും. അതെല്ലാം വിതറിയതിന് ശേഷം അതൊരു കയർ കൊണ്ട് കെട്ടി വെച്ചിട്ടുണ്ട്. അടുത്ത ഒരു കൊല്ലം കൂടി കെട്ടാനുള്ള കയറുകൾ സംഘടിപ്പിക്കുകയാണ്. അതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അത്തരം പ്രവൃത്തിയാണ് അദ്ദേഹം ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനുള്ളത്. അപ്പോൾ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ഒരു ഈത്തപ്പഴം കായ്ക്കണമെങ്കിൽ ആൺമരവും പെൺമരവും വേണം. പക്ഷേ ആൺമരം നമുക്ക് ഫലം നൽകുന്നില്ല. ആൺമരമില്ലാതെ പെൺമരം കായ്ക്കില്ല എന്നർത്ഥം. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പൂക്കുല നമ്മൾ കാണുന്നുണ്ടാവും. അതിലൊക്കെ വിതറിയതിന് ശേഷം അതിൽ തന്നെ പറിച്ചെടുക്കുന്ന ഈത്തപ്പഴത്തിൻ്റെ ഓല കൊണ്ടാണെന്ന് തോന്നുന്നു അത് ജോയിൻ ചെയ്ത് കെട്ടുന്നുണ്ട്. അതിനായിട്ട് പുറത്തുനിന്ന് മറ്റ് കയറുകളുടെ ഉപയോഗം പാടില്ല എന്നും മനസ്സിലാക്കാൻ സാധിച്ചു. ഈത്തപ്പഴത്തിന് ഒരുപാട് സവിശേഷതകളുണ്ട്. മരുഭൂമിയിലെ ചുട്ടുപൊള്ളുന്ന ചൂടിലാണ് ഈത്തപ്പഴം ഇങ്ങനെ മനുഷ്യന് ഒത്തിരി പോഷക ഗുണങ്ങൾ നൽകുന്ന ഒരു സമ്പുഷ്ട ആഹാരം കൂടിയാണ് ഈത്തപ്പഴം. പഴവർഗ്ഗങ്ങളിൽ ഏറ്റവും കൂടുതൽ പേരുള്ളത്, പ്രത്യേകിച്ച് ഇപ്പോൾ വിശുദ്ധ റമദാനാണ്. റമദാൻ മാസത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നതും ഈത്തപ്പഴം തന്നെയാണ്. ഈത്തപ്പഴത്തിൻ്റെ ചലഞ്ചുകളൊക്കെ ആയിട്ട് നമ്മുടെ നാട്ടിൽ ധാരാളം കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. മാത്രമല്ല, ഇപ്പം നമ്മുടെ നാട്ടിലും ഈത്തപ്പഴ മരങ്ങൾ ധാരാളമായിട്ട് വാങ്ങാൻ കിട്ടും. അപൂർവം ചിലയിടങ്ങളിലാണത് കായ്ക്കുന്നത്. എങ്കിലും നമ്മുടെ നാട്ടിലൊക്കെ ഈത്തപ്പഴം കായ്ച്ചു തുടങ്ങി. അതിനൊക്കെയുള്ള ടെക്നിക്കുകൾ നമ്മളും പഠിച്ച് മനസ്സിലാക്കുന്നു. അതനുസരിച്ചുള്ള പ്രവൃത്തി കൊണ്ട് നമ്മുടെ നാട്ടിലും ഈത്തപ്പഴം കായ്ക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കി തുടങ്ങി എന്നും കൂടെ നമ്മളൊക്കെ അറിയേണ്ടതുണ്ട്. എന്തായാലും പ്രിയമുള്ളവരെ, ഈ വീഡിയോ കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായവരൊക്കെ ഒരു ലൈക്ക് സമ്മാനമായി നൽകാനും കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി വീഡിയോ ഷെയർ ചെയ്യണം. ഇതുപോലെയൊക്കെയുള്ള കാഴ്ചകൾ തുടർന്നും കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടെ നിങ്ങൾക്കും നന്ദി. ജയ് ഹിന്ദ്.